ഗുരുഭ്യോ നമഃ. ഓം അസഹായ സഹായായ നമഃ. ഭക്തിശക്തിപ്രദായിന്യേ നമഃ. ഓം സംശയഹൃദയദൗർബല്യ പാപകർമ്മവാസനക്ഷയകരായ നമഃ. ഓം നമോ ഭഗവതേ ഈശ്വരായ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായം ആദായ തേനൈവ ദദാഹലങ്കാം നമാമി പ്രാഞ്ജലിരഞ്ജനേയം. ശ്രീഗുരുഭ്യോ നമഃ. സാനന്ദരൂപം സകല പ്രബോധനം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴും ആര്യപാദം. ശ്രീഗുരുഭ്യോ നമഃ. ശ്രീഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എവിടെ നോർക്കണ്ടോ സാറേ? ഈ 52 4 ആ 4:52 അല്ലേ? ലക്ഷ്മണന് അതിഗംഭീരമായ ആധ്യാത്മിക ഉപദേശം കൊടുത്തു. എൻ്റെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. കഥിതം സർവമേതത്തെ തവ പ്രശ്നാനുസാരതഃ അസ്മിൻ മനസമാധായ യസ്തിഷ്ഠേത് സദുമുക്തിഭാഗ്. 4:52. കഥിതം പറഞ്ഞു, സ്തുതിച്ചു. സർവം ഏതത് തേ എല്ലാം നിന്നോട് വിസ്തരിച്ചു പറഞ്ഞു. എന്താ ചോദിച്ചത്? തവ പ്രശ്നാനുസാരതഃ. നിന്റെ ചോദ്യം എന്തൊക്കെയാണോ അതിനുള്ള ഉത്തരമെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു. അസ്മിൻ സമാധായ, അതിൽ ഈ പറഞ്ഞ ഉപദേശത്തിൽ മനസ്സമാധായ, മനസ്സിനെ സമാധിയിലാക്കുക, മനസ്സിനെ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുക. പറഞ്ഞതല്ല, നിന്റെ ഉള്ളിലാക്കുക എന്നർത്ഥം. അത് നിന്റെ ചിന്താപദ്ധതികളിലേക്ക് കടത്തിവിടുക. അപ്പോഴെന്ത് ചെയ്യും? യഹാ തിഷ്ഠേത് സദുമുക്തിഭാഗ്. അങ്ങനെ ആരാണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിൽ ഉറപ്പിക്കുന്നത് അവനാണ് ശാന്തിക്ക് അധികാരി, മറ്റാരും അല്ല. ഈ അറിവിലൂടെ മാത്രമേ അജ്ഞാനത്തെ തുരത്താൻ സാധിക്കൂ. അജ്ഞാനമാണ് ദുഃഖകാരണം. ഇരുട്ട് അകറ്റാൻ മറ്റൊന്നുകൊണ്ടും രക്ഷയില്ല, വെളിച്ചം മാത്രമേ പറ്റുള്ളൂ. ദുഃഖത്തിൻ്റെ കാരണം അജ്ഞാനമാകുന്ന ഇരുട്ടാണ്. ആ ഇരുട്ടകറ്റാൻ വെളിച്ചമാകുന്ന ജ്ഞാനം മാത്രമേ ഉള്ളൂ. അതാണ് നിന്നോട് ഞാൻ പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് വിവരിച്ചു തന്നത്. അത് നീ ഉള്ളിൽ ഉറപ്പിച്ചാൽ, അങ്ങനെ ഉറപ്പിക്കുന്നവൻ ആരാണോ അവനാണ് മുക്തിഭാഗ്. മുക്തിക്ക് അർഹതയുള്ളവൻ. മുക്തി എന്ന് പറഞ്ഞാൽ ശാന്തി, സമാധാനം. ന വക്തവ്യമിതം യജ്ഞാൻ
മദ്ഭക്തി വിമുഖായ ഹി മദ്ഭക്തായ പ്രദാതവ്യം ആഹൂയാഭിപ്രയത്നതഃ ന വക്തവ്യം ഇതം, ന വക്തവ്യം പറയണ്ട, ഹി തീർച്ചയായും, ഇതം ഈ പറഞ്ഞതിനെ, യജ്ഞാൻ മത് വിമുഖായ ഹി, മത് വിമുഖായ എന്നോട് താല്പര്യമില്ലാത്തവരിൽ, ധർമ്മകാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരിൽ, ഈശ്വര വിമുഖന്മാരിൽ, യാതനാമയ്യ ഭക്ത കപിലതനുരുതിത്വം ദേവഹുത്തീനഗാദീഹി, നാരായണീയം പറയും. എൻ്റെ ഭക്തന്മാരല്ലാത്തവരുടെ അവസ്ഥ പറയാ, എൻ്റെ അമ്മ എന്തൊരു കഷ്ടാന്നറിയാവോ എന്ന് കപിലവാസുവൻ ദേവഹൂതിയോട് പറയുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെ. എന്നോട് ഭക്തി വിമുഖന്മാരായവരിൽ, ഭക്തിയില്ലാത്തവരിൽ കഷ്ടപ്പെട്ട് നീ ഇത് പറഞ്ഞു കൊടുക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നാട്ടുകാർക്ക് വിളമ്പാനുള്ളതല്ല, ആർക്കോട് വിളമ്പാനുള്ളതാണ്? ആഗ്രഹമുള്ളവർക്ക്, അർഹതയുള്ളവർക്ക്. ആഗ്രഹമുള്ളവനാണല്ലോ ചോദിക്കുള്ളൂ. സമാധാനം വേണം, ശാന്തി വേണമെന്ന് പറയില്ലേ, അവനാണല്ലോ. ഗീത എപ്പോഴാ പറയുന്നത്? അർജുനന്റെ ഒരു നിലനിൽപ്പില്ലാത്തൊരു നിലവിളിയുണ്ട്, ആശ്രയത്വമുണ്ട്. യച്ചോഹമുച്ചോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമാമസഭഗ്നമൃദ്ധം രാജ്യം സുരാണാം അഭിചാധിപത്യം. ഇതൊന്നും കിട്ടിയിട്ട് എനിക്ക് കാര്യം പറ്റുന്നില്ല ഭഗവാനെ. പിന്നെയോ എന്താ ശ്ലോകം? എന്താ? സാധിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞ ധർമ്മ സമ്മൂഢചേതാഹ യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധിമാം ത്വാം പ്രപന്നം. ധർമാധർമ്മങ്ങൾ ഇടയ്ക്ക് കിടന്ന് എൻ്റെ ബുദ്ധി കലങ്ങുകയാണ്. എനിക്ക് എന്തു ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്ന് നിശ്ചയമില്ല. എനിക്കൊരു വഴി കാണിച്ചു തന്നാലും അപ്പോഴേ ഗീത പറഞ്ഞു. അതിനുമുമ്പ് ഗീത പറഞ്ഞില്ല. ശ്രീമദ് ഭാഗവതം പരീക്ഷത്തിന് എപ്പോഴാണോ ജീവിതത്തിന്റെ നിസ്സാരത ബോധ്യപ്പെട്ടത്, അതെപ്പോഴാ ബോധ്യപ്പെട്ടത്? അദ്ദേഹത്തെ നേരിട്ട് കണ്ടു. ആര്യ? മൃത്യുവിനെ. എപ്പോഴാ? അദ്ദേഹത്തിന്റെ കഴുത്തില് ആ ചത്ത ബാമനിട്ടപ്പം. മഹർഷിപുത്രൻ ശപിച്ചു, ശമീകപുത്രൻ. ശാപം കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ഞാനേതായാലും വേണ്ടാത്തതിന് ചെയ്യാൻ ഇപ്പൊ തന്നെ ഫലം കിട്ടിയല്ലോ, ഇനി വെച്ച് താമസിപ്പിച്ചില്ലല്ലോ. ഈ ശാപം കിട്ടിയവരെ അറിയിച്ചു കഴിഞ്ഞപ്പോ ഇനി നേരത്തെ ഇദ്ദേഹം ഇതെല്ലാം ചിന്തിച്ചുറപ്പിച്ചു വച്ചിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം പറയും, ഏത്? ഈ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ, ഇതിന് വേരുകൾ ഇല്ലാത്തതാണ്, വേരുകൾ ഉള്ളതുപോലെ തോന്നുന്നതാണ് ഈ സംസാര വൃക്ഷം. അതുകൊണ്ട് ഇതിന്റെ നിസ്സാരത ബുദ്ധിയാൽ നേരത്തെ ഉറപ്പിച്ചു വച്ചിട്ടുണ്ട്. എങ്കിലും പ്രാരബ്ധവശാൽ അദ്ദേഹം രാജഭരണം കൈയാളുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ വേണ്ടാതിനൊക്കെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് ധാരാളം ആചാര്യന്മാർ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്ന്. കാരണം പരീക്ഷിതരെ പോലെ ഒരാള് വിശന്നിട്ടാ ദാഹിച്ചിട്ടാണ് പാമ്പിനെ എടുത്തിട്ടെന്ന് പറയാൻ പറ്റുമോ? വ്യാസഭഗവാൻ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് ആഴത്തിൽ അർത്ഥമുണ്ടെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയും. കാരണം യുദ്ധക്കളത്തിലും കൊടുങ്കാട്ടിലും ഒരുപോലെ ജീവിക്കാൻ സാധിക്കുന്ന ഒരാളാണ് ക്ഷത്രിയൻ രാജാവ്. അദ്ദേഹത്തിന് വിശന്നപ്പോഴത്തേക്കും ദാഹിച്ചപ്പോഴത്തേക്കും ഒരു മഹർഷിയെ കണ്ടപ്പോഴത്തേക്കും വകതിരിവ് പോയി എന്ന് പറഞ്ഞ് വേറെ ആർക്കെങ്കിലും ആവട്ടെ, പരീക്ഷത്തിന് സംഭവിക്കുമോ? അപ്പൊ അതല്ല, അതിലും കൂടുതൽ
ഒരു താല്പര്യമുണ്ട് അതിൻ്റെ അകത്ത്. നമുക്ക് പിന്നീട് പറയാം. എന്നാൽ ആ സമയത്ത് തനിക്കിനി 7 നാളുള്ളൂ എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന ആ മഹാ അതിഥിയെ കണ്ടു, മരണത്തെ കണ്ടു. ഉടൻ തന്നെ തയ്യാറായി ഗംഗാതീരത്ത് ദർഭ വിരിച്ച് തെക്കോട്ട് ശിരസും വെച്ച് കിടന്ന അദ്ദേഹത്തിന് ഈ ആത്മോപദേശം ഉപദേശിക്കാനായി ശ്രീശുകർ അവിടെ എത്തി. ഇതും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ശ്രീശുഖം പറയും, ഈ പറഞ്ഞതൊക്കെ ഉണ്ടോ, ശ്രീകൃഷ്ണൻ രൂപത്തിലാണ് പറയുന്നത്, ഈ പറഞ്ഞതൊക്കെ എന്നോട് താല്പര്യമില്ലാത്തവർക്ക് നീ പറഞ്ഞു കൊടുക്കണ്ട. ഇത് തന്നെ അർജുനോടും പറയും, ഞാൻ ഈ പറഞ്ഞതൊക്കെ അർജുന നീ മദ്ഭക്തായ അഭക്തായ നാഭക്തായ കഥാചന അതപസ്കായ നാഭക്തായ കഥാചന, തപസ് ചെയ്യാത്തവന്, എൻ്റെ ഭക്തനല്ലാത്തവനോട് നീ ഇത് പറഞ്ഞു കൊടുക്കണ്ട. ശ്രീരാമചന്ദ്രനും അപ്പൊ ഇവരുടെയൊക്കെ ഭാഷ ഒന്ന് തന്നെയാണെന്ന് മാത്രം, പറയുന്ന കാര്യം ഒന്നാണ്, ശൈലിക്കേ വ്യത്യാസമുള്ളൂ. ഇവരാണ് ന വക്തവ്യമിതം യജ്ഞാൻ മദ്ഭക്തി വിമുഖായകി മദ്ഭക്തായ പ്രദാതവ്യം. എന്നാൽ എൻ്റെ ഭക്തന്മാർക്ക് കഷ്ടപ്പെട്ടിട്ടാണ് നീ പറഞ്ഞു കൊടുക്കണം. ആഹൂയാമവിപ്രയത്നത, എത്ര കഷ്ടപ്പെട്ടാണ് പറഞ്ഞു. അതപ്പോ നമ്പൂരി സാറ് ജീവിതം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കണേ. കോളേജ് പഠിപ്പിച്ചപ്പോൾ ഇത്രയും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നണില്ല അല്ലേ സാറ്? ഇത്രയും ക്ലാസ് ഉണ്ടായി കാണില്ല. ഇത് എൻ്റെ ഭക്തനായവർക്ക് കഷ്ടപ്പെട്ടാണെങ്കിലും നീ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഗീതയിൽ ഒന്നും കൂടെ കടന്നിട്ട് പറയും, അർജുന ഇത് വിതരണം ചെയ്യുന്നവനോടുള്ള എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഇഷ്ടമാണ് ഈ അറിവിനെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നവൻ. പക്ഷെ എന്നോട് താല്പര്യമില്ലാത്തവർക്ക് നീ പറഞ്ഞു കൊടുക്കരുത്. താല്പര്യമുള്ളവർക്ക് എന്തിനു പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്തേ താല്പര്യമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞത്? ഇത് സ്വീകരിക്കാൻ ഒരു മനോനില എത്താത്തവർക്ക് ഇതൊരു പൊട്ടക്കഥയായിട്ടോ കെട്ടുകഥയായിട്ടോ അല്ലെങ്കിൽ ഉറക്കം വരുന്നൊരു കഥയായിട്ടേ അനുഭവപ്പെടുള്ളൂ. അവനത് കേൾക്കുമ്പോൾ അവൻ്റെ മുഖത്ത് കാണുന്ന ഭാവപ്രകടനങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന് പോലും എന്ത് സംഭവിക്കും? ഇളക്കം വരുത്തും. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഉറച്ച ആൾക്കാരായിരിക്കണം. നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ അത്യാവശ്യമൊക്കെ വണ്ടി ഓടിച്ചിട്ട് കൊണ്ടുപോകല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഒരു 16,000 ന്യായം അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചിട്ട് പോയി. ഇനിയിപ്പോൾ അത് ശരിയാണോ? ഗോപാലകൃഷ്ണ സാറ് പറയുന്ന വാക്കാണ് ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. ഇവിടെ സയൻറ്റിസ്റ്റ് ഗോപാലകൃഷ്ണ സാറ് ഹിന്ദുക്കളുടെ വേദി ആയതുകൊണ്ട് ധൈര്യത്തോടെ എന്തു ശ്ലോകവും ചൊല്ലിയിട്ട് അത് സംസ്കൃതമാണെന്നും പറയാം, അത് പുരാണത്തിൽ നിന്നുമാണെന്നും പറയാം. പേടിക്കണ്ട, കാരണം എന്തു പറഞ്ഞാലും വിശ്വസിച്ചോളൂ. കാരണം അത് കണ്ടിട്ടില്ലല്ലോ. സംസ്കൃതത്തിൽ പറഞ്ഞാലും സംസ്കൃതം പോലെ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കിയാൽ മതി. പിന്നെന്താണ്, ഇന്ന പുരാണത്തിലെ മഹാഭാരതത്തിലെ പറഞ്ഞാൽ എളുപ്പമുണ്ട്. 1.25 ലക്ഷം ശ്ലോകമുള്ളത്, തപ്പലൊന്നും നടക്കില്ലല്ലോ. എന്ത് വേണമെങ്കിലും പറയാം, വിശ്വസിച്ചോളും. തെറ്റിയാൽ ആർക്കൊട്ടും മനസ്സിലാവുന്നുണ്ട്. ഞാൻ ശ്ലോകം ചൊല്ലു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചൊല്ലും. ആ തമാശയുടെ ഇടയ്ക്ക് ഒരു നൊമ്പരം ഉണ്ടെന്നും കൂടെ ഓർത്തോളണം. നമ്മളുടെ ധർമ്മത്തെക്കുറിച്ച് നമ്മളുടെ അറിവില്ലായ്മയാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്കും കാരണം. നമ്മളിന്ന് അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്കും കാരണം നമ്മളുടെ ധർമ്മബോധമില്ലായ്മ കൂടിയാണ്. അതെങ്ങനെ അങ്ങനെ വരിക? ധർമ്മം നിലനിന്നാലേ ഈ പഞ്ചഭൂതങ്ങൾ അതിൻ്റെ സാമ്യാവസ്ഥയിൽ നിൽക്കുകയുള്ളൂ. കാലത്തിൽ മഴ പെയ്യുന്നില്ല എങ്കിൽ, കാലത്ത് വെയിലില്ല എങ്കിൽ, കാലത്തിന് യഥാകാലം അതിവർഷം, അവർഷം,
അല്ലേ? വർഷം ഇല്ലായിരിക്കുക, അതിവർഷം ഉണ്ടാവുക, ഇതെല്ലാം കാലക്കേടുകളാണ്, കാലത്തിന് വരുന്ന കേടുകളാണ്. കാലത്തിന് ഈ കേടുകൾ വരുന്നത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ ധർമ്മ അധർമ്മങ്ങളാണ്. ഈ ധർമാധർമ്മങ്ങൾക്കനുസരിച്ച് പ്രകൃതി ചലിക്കും. ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ് എന്ന ലോകമണ്ടത്തരം നമ്മൾ പള്ളിക്കൂടത്തിൽ പഠിച്ചു, പരീക്ഷയ്ക്ക് എഴുതി മാർക്കും മേടിച്ചു. ഞാനും സയൻസ് ആയിരുന്നു. സ്വാമി രാമതീർത്ഥൻ ഇത് ഇവിടെ പുസ്തകത്തിൽ എഴുതുന്നതിന് മുമ്പ് അമേരിക്ക ചെന്ന് പറഞ്ഞു, ഈശ്വരൻ ശിലകളിൽ ഉറങ്ങുന്നു, ഈശ്വരൻ വൃക്ഷങ്ങളിൽ ശ്വസിക്കുന്നു, ഈശ്വരൻ മൃഗങ്ങളിൽ സഞ്ചരിക്കുന്നു, ഈശ്വരൻ മനുഷ്യനിൽ ആനന്ദിക്കുന്നു. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, നല്ല രസമാണ്, എനിക്ക് കോട്ട് ചെയ്യാറിയില്ല, ഉള്ള മലയാളം പറഞ്ഞത്. ഈശ്വരന്റെ പ്രകാശനം സകലതിലുമുണ്ട്. അപ്പൊ നോൺ ലിവിങ് തിങ് എന്ന എന്തെങ്കിലും ഒന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ ചിരിച്ചു, ചരാചരങ്ങൾ, ചലിക്കുന്നവയും ചലിക്കാത്തവയും. ശ്രീരാമകൃഷ്ണദേവൻ ശില ചലിക്കുന്നത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം കള്ളം പറയുന്ന പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല. അദ്ദേഹം പള്ളിക്കൂടത്തിലൊന്നും പോയില്ല, ഇടയ്ക്ക് ഒരു നുണ പറഞ്ഞതാന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശില ചലിക്കുന്നത് കണ്ടിട്ടുണ്ട്. രമണ ഭഗവാന്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള ശിലയുടെ ഇലയുടെ അദ്ദേഹം ഒരു നോട്ടം നോക്കുമ്പോൾ അതിന് പെട്ടെന്നത് ചൈതന്യ സ്വരൂപമായിട്ട് ഇല്ലാതെയാവുന്ന ഒരു രംഗമുണ്ട്. ഒരു മഹാപ്രഭുവിന്റെ കൃപാദൃഷ്ടിക്ക് ഒരു ജീവനെ എത്രമാത്രം ഉയർത്താൻ സാധിക്കുന്നുള്ളതിന്റെ ഉദാഹരണം പോലെ. അപ്പം ഇവിടെ ജീവനില്ലാത്തതായി യാതൊന്നുമില്ല, എല്ലാം ചൈതന്യ സ്വരൂപം. അതിന്റെ പ്രകാശനത്തിൽ മാത്രം, സൂര്യപ്രകാശം മൺകട്ടയിലടിക്കും, വെള്ളത്തിലടിക്കും, ചില്ല് ഗ്ലാസ്സിലടിക്കും, കണ്ണാടിയിലടിക്കും. പ്രതിഫലിക്കുന്നത് വസ്തുവിന്റെ ഉപാധിയുടെ സ്വഭാവം വെച്ചാണ്, സൂര്യന്റെ കുഴപ്പമല്ല. ആ പ്രകാശത്തിന്റെ തോതുകളിൽ മാത്രമേ വ്യത്യാസം. അത് ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത് മനുഷ്യനിലാണ് എന്ന് മാത്രം. ഇപ്പം ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ് എന്നുള്ളത് ശരിയല്ല. ചൈതന്യത്തിന്റെ പ്രകാശത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പറഞ്ഞുള്ളൂ. അപ്പൊ ഈശ്വരാവിർഭാവമാണ് സകലതും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ധർമാധർമ്മങ്ങൾ പ്രകൃതിയെ ബാധിക്കും. പ്രകൃതി അതിൻ്റെ താളം തെറ്റുന്നതിൻ്റെ പേരാണ് കാലദോഷം, കാണുന്ന കെടുതികൾ. ഈ കെടുതികൾ എവിടെ നിന്നുണ്ടായി? ധർമ്മത്തിന്റെ വീഴ്ചയിൽ നിന്ന്. ധർമ്മത്തിന്റെ വീഴ്ച എവിടെ നിന്നുണ്ടായി? ധർമ്മത്തെ രക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവൻ ആരാണോ അവന്റെ വീഴ്ചയിൽ നിന്ന്. അത് ഭരണാധികാരി. പണ്ടാണ് ഈ രാജാവിനോട് ഒന്ന് ചീത്ത പറയായിരുന്നു. അങ്ങനെ രാജാവിനോട് ചീത്ത പറഞ്ഞ രണ്ട് സന്ദർഭം നമുക്ക് കാണാലോ. ആ ശ്രീകൃഷ്ണന്റെ ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണൻ, അനിരുദ്ധൻ, ബലരാമൻ, അർജുനൻ, കാലകൃഷ്ണൻ അർജുനൻ ഉണ്ടായിരുന്നു അവിടെ. അർജുനൻ ഇരിക്കുമ്പോഴാണ് ആ ബ്രാഹ്മണൻ തൻ്റെ കുഞ്ഞായിട്ട് കയറി ചെല്ലുന്നത്. മരിച്ച കുഞ്ഞിൻ്റെ അപ്പ് ജനിച്ചുള്ളൂ. സന്താനഗോപാലൻ കഥ. ചെന്നിട്ട് ചോദിക്കുന്നില്ലേ, എന്തൊരു ഭരണമാണ് നിങ്ങളുടെ? എൻ്റെ കുഞ്ഞു മരിച്ചതിന് ഉത്തരവാദിത്വം നിങ്ങൾ പറയണം. എൻ്റെ കുഞ്ഞു മരിച്ചതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ പറയണം. ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് അങ്ങനെ എങ്ങാനും ഒരാൾ ചെന്നാൽ പിന്നെ അവനെ അകത്ത് കണ്ടാൽ മതി. അകത്ത് ജീവനോടെ കണ്ട മഹാഭാഗ്യം. അല്ല ഇനി വലിയ രക്ഷാപ്രവർത്തനം നടത്തിയ അതും ആവും.
അന്ന് ആ ഭരണ സംവിധാനത്തിൽ ഒരു പ്രജയ്ക്ക് തൻ്റെ കുട്ടിയുമായി കൊട്ടാരക്കെട്ടിനകത്ത് കയറി മഹാരാജാവിന്റെ മുമ്പിൽ ചെന്ന് പറയാനുള്ളതൊക്കെ തുറന്നു പറയാമായിരുന്നു എന്നും കൂടെ അതിന്റെ അർത്ഥമില്ലേ? ഇവരൊന്നും മിണ്ടിയില്ല, തലയിൽ താത്തിയിരുന്നു. ശ്രീകൃഷ്ണ ഉത്തരവില്ലാത്തോണ്ടാ? ബലരാമൻ ആള് മോശക്കാരനാ, അനിരുദ്ധം മോശക്കാരനാ, പ്രദ്യുമ്നം മോശക്കാരനാ, സാത്വിക മോശക്കാരനാ? തലയെ താത്തി ഇരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രാരബ്ധം. പിന്നെ ഇത് അർജുനൊരു ടെസ്റ്റ് പേപ്പറും കൂടെ ഇടുമായിരുന്നു. അവിടെ വെച്ച് ഭഗവാൻ അർജുനൊരു ഒരു നീറ്റ് പരീക്ഷ ഇടുമായിരുന്നു. അർജുൻ അത് കയറി പിടിച്ചു. ഇവിടെ ക്ഷത്രിയന്മാരില്ല, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് പിന്നെ അദ്ദേഹം ഏറ്റെടുത്ത് വേണ്ടാത്ത പുലിവാലൊക്കെ പിടിക്കുന്നത്. അപ്പൊ അവിടെ അദ്ദേഹം പഴിക്കുന്നത് ഭരണത്തെയാണ്. ഇന്ന് ഭരണം മോശമാണെന്ന് കോടതി പറഞ്ഞാലും വിധി വരട്ടെ എന്ന് പറയും. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ഇനി എന്നിക്കട്ടെ, ഭരണക്കാരവിടെ ഈ ഭരണക്കാരെ അവിടെ ഇരുത്തുക എന്ന ഉത്തരവാദിത്വം ചെയ്തത് നമ്മളായതുകൊണ്ട് ഈ അധർമ്മത്തിന്റെ ഉത്തരവാദി ആരാ? അവിടെ ഇരിക്കുന്നവരല്ല, നമ്മൾ ഓരോരുത്തരും. പണ്ടാണ് പിന്നെ രാജാവിന്റെ മോനെ പിടിച്ചാക്കി ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാന്ന് പറയാം. അപ്പൊ ഭഗവാൻ വിചാരിക്കുക അന്ന് പിന്നെ ഞാൻ ഇടപെട്ടേക്കാന്ന. ഇപ്പൊ ഭഗവാൻ നിങ്ങളില്ലേ ആക്കിയത്, പിന്നെ ഇപ്പൊ ഞാൻ എന്നാ ചെയ്യണേ? എനിക്കും കൂടെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ കട്ടിലെവിടെയാന്ന് ഞാൻ തപ്പിയെടുക്കുക. ഗുരുവായൂരപ്പൻ സമാധാനമായിട്ട് ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഏതാണ്ടൊക്കെ കണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. മറ്റുള്ള ഈശ്വരന്മാർ ഇപ്പൊ അവർ രണ്ടുപേരും പ്രശസ്തരായോണ്ട് അറിയണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പോയത് ആരും അറിയുന്നില്ലോ എന്നുള്ളതാണ്. ധർമ്മം അവനവന്റെ ആരാധന വസ്തുക്കൾ സംരക്ഷിക്കുക എന്ന പ്രാഥമിക ധർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ പിന്നെ ആരത് ചെയ്യണ്ടേ? പണ്ടൊരു മുഖ്യമന്ത്രി ചോദിച്ചു, ദൈവത്തിന് എന്തിനാ വാറാവ്? പിന്നെ അവരുടെ കൂട്ടത്തിലുള്ളവരും പൊത്തം വായിക്കാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പണ്ട് ശ്രീരാമകൃഷ്ണനോട് മധുരവിശ്വാസ് ചോദിച്ചു, സാക്ഷാൽ കാളിദേവിയുടെ ആഭരണം കഷ്ടമുണ്ട്, ഇപ്പം അമ്മയ്ക്ക് അമ്മയുടെ ആഭരണം സൂക്ഷിക്കാൻ മേലെ ഭഗവാനെ ചോദിച്ചു. പറ്റിയ ആളോടാ ചോദിച്ചത്. ശപ്പൻ പിന്നെ എന്തൊക്കെ ചീത്ത വിളിച്ചു അറിയാൻ പറ്റില്ല. പ്രാകൃത ഭാഷ സംസാരിക്കുന്ന ആളായിരുന്നു. നിന്റെ സ്വർണം മണ്ണാങ്കട്ട, എന്റെ അമ്മയ്ക്ക് അത് മണ്ണാടാ. സ്വർണ്ണാണെങ്കിലെന്ത്, മണ്ണാണെങ്കിലെന്ത്, പൊന്നാണെങ്കിലെന്ത്, ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന അമ്മയ്ക്ക് നിന്റെ 4 വളയ നോക്കി അടക്കലാണോ തൊഴിൽ? വേണമെങ്കിൽ നീ സൂക്ഷിച്ചുകൊള്ളണം എന്ന് ശകാരിക്കുന്ന രാമകൃഷ്ണനെ നമുക്ക് കാണാം. പക്ഷെ ഇന്നിപ്പോ അങ്ങനെ ശകാരിക്കാൻ പറ്റുന്നത്, ശകാരിക്കാൻ നമ്മൾ ശകാരിക്കേണ്ട വോട്ട് ചെയ്യുമ്പോഴാണ്. അത് നമ്മൾ ചെയ്യാത്തോണ്ട് ഇപ്പൊ ഇഷ്ടം പോലെ എന്തിനാ വാറാവെന്നൊക്കെ ചോദിക്കാം. പിന്നെ ഏറ്റുമാൻ്റപ്പൻ്റെ വഴിയെ കൂടെയൊക്കെ അത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. കഥയൊക്കെ അറിയാലോ, പഴയ ഇതൊക്കെ പോയത്. ഇവിടെ ഈ ധർമ്മിഷ്ഠരെ ഭരണത്തിലിരുത്തേണ്ട ഒരു ധർമ്മം പ്രജകൾക്കുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പ്രജകൾ അത് ചെയ്തില്ല എങ്കിൽ പ്രകൃതി അതിൻ്റെ താളം തെറ്റും. ധർമ്മമാണ് മുഖ്യം. അതിനൊരു വിട്ടുവീഴ്ച. എങ്ങനെയാണ് ഈ പ്രകൃതി ദുരന്തത്തിന് നമ്മൾ കാരണക്കാരാകുന്നെന്ന് നമ്മുടെ ശാസ്ത്രം വഴി വിവരിച്ചതാണ്. അതുകൊണ്ടാണ് കാലേ വർഷതു പർജന്യ പ്രകൃതി സസ്യശാലിനി എന്ന് ആചാര്യന്മാർ പ്രാർത്ഥിച്ചത്. അപ്പം പോട്ടെ. മദ്ഭക്തായ പ്രദാതം, അത് പറഞ്ഞല്ലേ, ആഹൂയാഭിപ്രയത്നത. അതുകൊണ്ട് ഈ ധർമ്മത്തെ എൻ്റെ ഭക്തന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, അല്ലാത്തവന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ആ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്താണ് അത്? പിന്നെ നമ്മുടെ വ്യാഖ്യാനാണ്. നിന്റെ അല്പവിശ്വാസം പോലും ഇളക്കം തട്ടേണ്ടതില്ല. മാത്രല്ല, ഈ ഒരു തത്വം ചിന്തയ്ക്കും തത്വങ്ങൾക്കും അപ്പുറം നിൽക്കുന്നതാണ്. ചിന്തയ്ക്ക് ഇത്രയേ ഉള്ളൂ വലിപ്പം.
അതിൻ്റെ അപ്പുറത്തേക്ക് തത്വങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് തിരിച്ചറിവുള്ള ഒരുത്തനാണ് ഇത് പറഞ്ഞു കൊടുക്കുക. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ശ്രുതി പറയും. ഉത്തരവില്ലാത്തതുകൊണ്ടല്ല, അവിടെ മുതലാണ് ഇതിൻ്റെ ഭാഷ ആരംഭിക്കുന്നത്. അതുകൊണ്ട് നീ പറഞ്ഞു കൊടുക്കണം. യയിദം തുപടേ നിത്യം ശ്രദ്ധാഭക്തി സമന്വിത അജ്ഞാനപടലധ്വാന്തം വിധൂയ പരിമുച്യതേ. യ ഇദം തു പഠേത് നിത്യം. ഈ സ്തോത്രം എന്നും പഠിച്ചാൽ എങ്ങനെ? ശ്രദ്ധാഭക്തി സമന്വിത. ശ്രദ്ധയോടുകൂടി, ഭക്തിയോടി. ശ്രദ്ധയോടുകൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, വിവരിക്കണ്ടല്ലോ. ഭക്തി വിനയത്തിലൂടെ ഇത് പഠിക്കാൻ എനിക്ക് ഭഗവാൻ ഒരു അവസരം തന്നല്ലോ, എനിക്കൊരു ഭാഗ്യമായി പോയല്ലോ എന്നോടുകൂടി പഠിക്കാൻ. അപ്പോഴെന്ത് പറ്റും? അജ്ഞാന പടലധ്വാന്തം. അവൻ്റെ അജ്ഞാനമാകുന്ന പടലങ്ങൾ, എത്രയോ കട്ടിക്കണക്കിന് ആവരണങ്ങളാണ് നമ്മുടെ ഉള്ളിലെ ജ്ഞാനദീപത്തിൻ്റെ മുകളിൽ കിടക്കുന്നത്. ഈ അറിവ് ഉള്ളിലുണ്ട്. അതിൻ്റെ മുകളിൽ ഒന്നിനു മുകളിലായിട്ട് കുറച്ചു മുമ്പ് സാറ് പറഞ്ഞില്ലേ, കുറച്ച് ഓരോ ക്ഷിതി, പയോ, മഹോ, അനില എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനോടെല്ലാം താതാത്മ്യം പ്രാപിച്ച് അതിനെ ഭേദിച്ച് ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചു പോകണം. ആ ഭാഷ അവിടെ ഇവിടെ പറഞ്ഞ ഇവിടെ അതേ ഇത് തന്നെ വേറെ ഇത് പറയണ. അതിനെല്ലാം അജ്ഞാന പടലധ്വാന്തം. അജ്ഞാനമാകുന്ന പടലങ്ങളാകുന്ന ഇരുട്ട് അതിനെ ഭേദിച്ച് ഇല്ലാതെയാക്കി കടന്നു പോകുന്ന വിധൂയ പരിമുച്ഛതേ. ആ ഇരുള് നീക്കിക്കഴിയുമ്പം നിനക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടുകയല്ല, ഉള്ളിലുള്ള ആ മോക്ഷത്തെ നമ്മൾ തിരിച്ചറിയും, അനുഭവിക്കും, ആനന്ദിക്കും. ശ്രീശങ്കരൻ പറഞ്ഞ പോലെ, കഴുത്തിൽ കിടക്കുന്ന മണി ഞാൻ സ്വയം കണ്ടെത്തുന്നത് പോലെ എല്ലായിടത്തും തപ്പി അബദ്ധത്തിൽ കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഓ ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലേന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഈ നമ്മൾ തിരഞ്ഞു കിടക്കുന്ന ശാന്തി എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. അതിന് ധാർമ്മികമായൊരു ജീവിത പദ്ധതി, ആ പദ്ധതിയിലൂടെ ഉണ്ടാകുമ്പോഴുള്ള കർമാസക്തിയിൽ നിന്നും അത് കർമ്മയോഗത്തിലേക്ക് മാറും. ആ കർമ്മയോഗത്തിലേക്ക് മാറുമ്പോൾ കർമ്മത്തിന് കുറേ ബന്ധു സംഭവിക്കും. കർമ്മസന്യാസം, കർത്തവ്യകർമ്മം എന്നുള്ളതിൽ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലേക്ക് ആ ഭക്തന് ഉയരും. ആ ഉയർന്നതിൻ്റെ ഭാഗമായി അവന് വിവേകശക്തി ഉണരും. അപ്പോഴവൻ എന്തുവരും? ആത്മവിചാരത്തിലുള്ള കരുത്തുണ്ടാവും. അപ്പോൾ തത്വങ്ങളെക്കുറിച്ചറിയും. അങ്ങനെ ഒരു ഗുരുനാഥൻ വരും. ആ ഗുരുനാഥൻ ഉപദേശിക്കും. ആ തത്വത്തെ അവൻ്റെ ഉള്ളിൽ കണ്ടെത്തും. ഇതാണ് ആ പദ്ധതി. ഭക്താനം മമയോഗിനാം സുവിമല സ്വാന്താതിശന്താത്മനം മത്സേവാഭിരതാത്മനം ച വിമലജ്ഞാനാത്മനാം സദാ സർവദാ സംഘം യക്കുരുതേ സദോദ്യതമിതി സത്സേവനാന്യധീർ മോഷത്തസ്യ കരേ സ്ഥിതോഹമനിശം ദൃശ്യോ ഭവേനന്യഥാ. ശ്ലോകം അന്യം എങ്ങനെയാണ്? സുവിമല സ്വാന്താതിശാന്താത്മന മത്സേവാതിരതാത്മന വിമലജ്ഞാനാത്മന മമ ഭക്താന യോഗിന സദാ ഉദ്യതമതിഹി സസേവാ അനന്യധീഹി യഹ സർവദാ സംഗം കുരുതേ തസ്യ കരേ മോക്ഷഃ സ്ഥിതഃ. ആരുടെ കയ്യിലാണ് മോക്ഷം? മോക്ഷം എന്ന് പറഞ്ഞാൽ ശാന്തി, പരമാനന്ദം. അഹം അനിശ്യം ദൃശ്യഃ അന്യഥാ ന. ഭഗവാൻ സമർപ്പിക്കുകയാണ്, പറഞ്ഞ് തീർക്കുകയാണ്. അപ്പൊ എന്താണ്? സുവിമലഃ, പരമശുദ്ധമായ ചിത്തത്തോടു കൂടിയ, പിന്നെയോ വിമല സ്വാന്താതിശാന്താത്മന, പ്രശാന്ത മനസ്സ്. അപ്പോൾ മനസ്സ് ശുദ്ധായി കഴിഞ്ഞാൽ മനസ്സ് ശാന്താവും. മനസ്സിന്റെ അശുദ്ധി എന്താണ്? രാഗം, ദ്വേഷം.
രാഗദ്വേഷങ്ങളിൽ കാര്യമില്ല. വരാനുള്ള വരും, പോകാനുള്ള പോകും, കിട്ടാനുള്ള കിട്ടും, കിട്ടിയത് കിട്ടും, കിട്ടിയത് സ്വീകരിക്കുക, പോയത് പൊക്കോട്ടെ നിൽക്കുക. ഇത്രേ ഉള്ളൂ. പറയാൻ എളുപ്പമാണ്. അതിന് ആ മനോഭാവം സ്വീകരിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധാവും. ഒന്നും ഇവിടെ എൻ്റെ ഈ നിൽക്കണമെന്ന് താല്പര്യമില്ല, ഒന്നും പോകണ്ടെന്നുമില്ല. അങ്ങനെയാണല്ലോ, ചിലത് വരും ചിലത് പോകും. അതല്ലേ ജീവിതം. ഇത്രയല്ലേ ജീവിതമുള്ളൂ. ചിലത് നമ്മുടെ ജീവിതത്തിൽ വന്നു വരും, ചില നമ്മുടെ വീട്ടിൽ പോകും. അപ്പോൾ ചിലത് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കും, അതിൽ വരുന്നു വരില്ല, അപ്പോൾ വിഷമാവും. ചിലത് പോകരുത് എന്ന് ആഗ്രഹിക്കും, അത് എന്ത് ചെയ്യും? പോകും. ചിലത് പോകണം എന്ന് വിചാരിക്കും, അത് പോകില്ല. ഇത് വള്ളിക്കാവിലും വളരെ രസകരമായിട്ട് പറയും, പ്രസാദ ബുദ്ധി മക്കളെ എന്ന് പറയും. നമ്മളിവിടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിന് പ്രസാദം കിട്ടുന്നപ്പോൾ ശബരിമല അയ്യപ്പ സ്വാമിയുടെ അരവണ കിട്ടുന്നു. എങ്ങനെ കഴിക്കും? കാരണം അരിയിൽ ശർക്കര ഇട്ടേക്കുക. പല വയറിന് പ്രശ്നമുള്ളവൻ കഴിച്ച് ഇരിപ്പതാ എന്ന അയ്യേന്ന് പറഞ്ഞ് കളയാൻ പറ്റുമോ? കാരണം എന്താ? അയ്യപ്പൻ്റെ അല്ലേ. എന്താ കാര്യം? എന്താ ഇത്? അയ്യപ്പസ്വാമി കണ്ടിട്ടുണ്ടോ എന്നുള്ള വിവരം ആർക്കറിയാം? അയ്യപ്പൻ ഏതായാലും കണ്ടിട്ടില്ല ഉള്ളത് നമുക്ക് ഉറപ്പാണ്. എങ്കിലും അയ്യപ്പസ്വാമിയുടെ പേരിൽ വരുന്നുകൊണ്ട് നമ്മളിൽ പ്രസാദം എന്ന ബുദ്ധി ആരോപിച്ചു. ഈ പ്രസാദ ബുദ്ധി നമ്മുടെ ഉള്ളിലാണുള്ളത്. അത് നല്ലതാ. അപ്പൊ നമ്മൾ മേടിച്ച പതുക്കെ ഒന്ന് അതിൽ വെച്ചിട്ട് മതിയിട്ടോ എന്ന് പറയും, നിന്ദിക്കില്ല അല്ലേ? അല്ല, അയ്യപ്പസ്വാമിയുടെ ഉണ്ണിയപ്പം നല്ല ആരോഗ്യമുള്ള പിള്ളേർക്ക് കടിച്ചു പൊട്ടിക്കാൻ പറ്റില്ല, പിന്നെ ബാക്കിയുള്ളവരെ കാര്യം പറയണോ? എങ്കിലും പതുക്കെ ഒരു നുട്ടൊന്നൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒന്ന് വായലിടും. പ്രസാദ ബുദ്ധിയാണ്. വേണ്ട, എന്തിനാ എങ്ങനെ ഇവരുണ്ടാക്കണേന്നൊരു സങ്കടവും പറയും. അത് എന്തിനേയും ഈശ്വരപ്രസാദമായി കാണാനുള്ള ഭാവം എന്നർത്ഥം. അത് ജീവിതത്തിന്റെ എല്ലായിടത്തും വ്യാപിപ്പിച്ചോളണം ഈ ദൃഷ്ടി. അതാണ് അമ്മ പറഞ്ഞ ലളിതമായ പദ്ധതി. അപ്പൊ എന്താവും? ശാന്തം. അന്നേരാണ് ശാന്തി ഉണ്ടാവണം മനസ്സിന്. അപ്പൊ എന്ത് ചെയ്യും? മത് സേവാതിരതാത്മന. അപ്പൊ പിന്നെ മനസ്സിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് എങ്ങനെയൊക്കെ വന്നിരിക്കും, ഇങ്ങനെയുള്ള പരിപാടി. ഇതിപ്പോ ഒന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് ഭഗവാന്റെ കഥ പറയാൻ പോകുന്നു. അപ്പൊ കർക്കിടം വരുമ്പോൾ അങ്ങനെ ഒരു ജോലിയായി, വൈശാഖ വരുമ്പോൾ വേറെ ജോലിയായി. അങ്ങനെ ഭഗവത് സംബന്ധമായ വിഷയങ്ങളിലേക്ക് ചിലർ ആഹാരം വിളമ്പാനായിരിക്കും, ചിലർ പാത്രം കഴുകാനായിരിക്കും, ചിലർ അമ്പലം ക്ലീൻ ചെയ്യാനായിരിക്കും, ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരാകും. മത് സേവ അഭിരതാത്മന. അങ്ങനെ അതിൽ ലഭിക്കുന്നു വിമല ജ്ഞാനാത്മന. ഇത്രയൊക്കെ അങ്ങോട്ട് കുറെ മുന്നോട്ട് പോകുമ്പോൾ വിമലജ്ഞാനം വരും. വിമലജ്ഞാനം വന്നതിൻ്റെ തെളിവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊരു സമാധാനം വരും ഈ ആചരിക്കുന്നവന്. അടുത്ത തെളിവ് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കാണുന്നവനൊരു സുഖം കിട്ടും. കാരണം ഇവൻ ശാന്തനാണെങ്കിൽ ശാന്തന്റെ അടുത്ത് പോകണവനും ശാന്തത വരും. ചിരിച്ചാൽ മാത്രം ശാന്തി വരില്ല. അങ്ങനെ ചിരിക്കണവരെല്ലാവരും അടുത്ത ആൾക്കാർ ചില്ലണ്ടേ, ഉള്ളോണ്ട് ചിരിക്കണം. അതിങ്ങനെയാണ് വരിക. വിമലാത്മനം മമ ഭക്താനാം. അപ്പൊ നമ്മൾ ആരായി? ഭഗവാൻ പറഞ്ഞ വാക്കോ മമ ഭക്താനാം, എന്റെ ഭക്തന്മാരുടെ, യോഗിനാം, അവരെന്നോട് ചേർന്നവരാണ്, സദാ ഉദ്യതമതിഹി, അവരെപ്പോഴും എൻ്റെ ഭക്തന്മാരോട് ചേരാൻ ഉദ്യതമതി, ഉയർന്ന ബുദ്ധി, താല്പര്യമുള്ളവരായിരിക്കും. അതിപ്പോ നമ്മളെ തന്നെ ഒരു ടെസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ മതി. കുറച്ചേരത് വായിച്ചു കഴിഞ്ഞൊരു ഒരു 2 മണിക്കൂർ ഇങ്ങനെയുള്ള കാര്യം വെച്ചൊരു റിലീഷർ ടൈം കിട്ടുമ്പം നമ്മൾ ആദ്യം ചെയ്യണത് എന്താന്ന് നോക്കിയാൽ അത് നമ്മുടെ വാസനയായിരിക്കും. എന്നാ ഇനിയിപ്പോൾ നോക്കിയേക്കാം, എന്താ പാർട്ടി പാർട്ടിയുടെ കാര്യം എന്തായി? ഒരു പൊളിറ്റിക്സിനോട് താല്പര്യമുണ്ടെന്ന് അർത്ഥം. അല്ലെങ്കിൽ എന്താ പുതിയ സിനിമയുടെ, അല്ലെങ്കിൽ ലോകപ്പ് കഴിഞ്ഞല്ലേ, നമ്മുടെ ടെൻഡൻസി നാച്ചുറലായിട്ട് പൊക്കി വരും. ഇവിടെ ഉദ്യത മതി എന്ന് പറഞ്ഞാൽ ഒരു സമയം കിട്ടിയാൽ ഉടൻ തന്നെ ഭഗവത് കാര്യങ്ങളിലേക്ക് പോവുക. അല്ലെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ ഒന്നല്ലെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോയേക്കാം, അല്ലെങ്കിൽ ഇപ്പൊ എപ്പോഴും വായിക്കാനോ അമ്പലത്തിൽ പോകാനോ പറ്റില്ല. അപ്പൊ ഭഗവത് ഭക്തന്മാരാരെയും കാണാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാലോ. അവരായിട്ട് പറയുമ്പോൾ വേണ്ടാതീനം പറയില്ല. സ്വാമി പറയാറുള്ള പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്,
സ്വല്പമൊക്കെ പ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിയുന്നതും കല്യാണം, ഹൗസ് വാമിങ്, പിറന്നാള് പരിപാടി, ഈ പരിപാടിക്ക് പോക്കും നിങ്ങൾ നിർത്ത്. കുറെ ഉണ്ടതല്ലേ. വീട്ടിലിരിക്കുക. എന്നിട്ട് പേരക്കുട്ടിയെ കല്യാണം ഇതിന് വിളിക്കാൻ വരും, പറയാം മക്കള് പോയിട്ട് ഇങ്ങോട്ട് വാ, പാട്ടിയും അനുഗ്രഹിക്കുക, ഇങ്ങോട്ട് വരാൻ പറയും. നിങ്ങൾ അവിടെ പോയി നടന്ന് അവരുടെ കൂട്ടത്തിലുള്ള നാട്ടു വർത്തമാനത്തിൽ മുഴുകി എന്തിനാ ഇനി ശേഷിച്ച സമയങ്ങളിനെ ആ സമയം അവിടെ വല്ലത് അവൻ ജീവിക്കുക. സ്നേഹപൂർവ്വം അദ്ദേഹം പറഞ്ഞതാട്ടോ. ഇനി അദ്ദേഹം വേറെ ഉദ്യമം പറഞ്ഞു, ഇനിയിപ്പോ പുറത്തു പോകാൻ താല്പര്യമില്ല. അന്നേരമാണ് പഴയ കൂട്ടുകാരി ചിലപ്പോൾ തപ്പി വരും, ഇതൊക്കെ വെടി പറഞ്ഞിരിക്കാൻ പറഞ്ഞുണ്ട്. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ അവരോട് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ലല്ലോ. വരുമ്പോൾ ഇരിക്കാൻ പറയാം, എന്നെ ഉണ്ട് വിശേഷം നിൽക്കും. അതേ ഇന്ന് നാരായണിയും വായിക്കാൻ പറ്റിയില്ല, നമുക്കൊരു ദശകം അങ്ങോട്ട് വായിച്ചാലോ എന്ന് ചോദിക്കുക. അല്ല ഇന്ന് ഗീതയുടെ ആ 5-ാമത്തെ ശ്ലോകം വെച്ച് എനിക്കൊരു എത്തും പിടുത്തം കിട്ടില്ല, ഒന്ന് നോക്കിയാലോ എന്ന് ചോദിക്കുക. ഒരു 4 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ പിന്നെ കഴിയെങ്കിൽ ആ വീട്ടിലേക്ക് ആരും വരില്ല, അല്ല ഇത് താല്പര്യമുള്ളവനേ വരുള്ളൂ. ഇനി അഥവാ അങ്ങനെ വായിച്ച് അങ്ങനെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പോയില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ആർക്കായാലും അപകടമില്ല. അപ്പൊ ഇതല്ലാതെ ഒരു ടെൻഡൻസി നമ്മുടെ മനസ്സിൽ തലപൊക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാസന അതാണെന്ന് മനസ്സിലാക്കുക. ബാബ പറയും, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വീട്ടിൽ നീ എന്ത് ചെയ്യുന്നുവോ അത് നിന്റെ പ്രകൃതമാണ്, നിന്റെ വാസനയാണ്. ഇത് തിരിച്ചറിഞ്ഞ് നീ അതിന് എല്ലാവരും വീട്ടിലുള്ളപ്പോൾ പെരുമാറുന്ന പോലെയാണോ നീ ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോൾ പെരുമാറുന്നത്? വേറെ ആരും കാണാനും നോക്കാനും CCTV ക്യാമറ ഒന്നും ഇല്ലല്ലോ. പിന്നെ അപ്പോൾ നിനക്ക് നിന്റെ ബിഹേവിയർ എങ്ങനെ വരുന്നു എന്ന് നിനക്ക് നിന്നെ വിലയിരുത്താൻ പറ്റുന്നൊരു ഘട്ടമാണ്. പിന്നെ നമ്മളല്ലാണ്ട് ആരാ വിലയിരുത്തുന്നത്? വേറെ ആര് വിലയിരുത്തിയാലും നമുക്ക് ഇഷ്ടപ്പെടില്ല. ആൾക്കാർ വിലയിരുത്തിയിട്ടാണ് നമുക്ക് നല്ല പേരൊക്കെ ഇടുന്നത്. ദേഷ്യക്കാരനാണ്, വാശിക്കാരനാണ്, നുണയനാണ്, അത് നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെ വിളിച്ചാൽ. നമ്മുടെ ശരിപ്രകൃതം പരാതിയില്ലാതെ വിലയിരുത്താൻ നമുക്കേ പറ്റുള്ളൂ. പിന്നെ ഗുരുക്കന്മാരെ വിലയിരുത്തും, അവർ പിന്നെ മുഖവും നോക്കുകയില്ല, അടിച്ചു പറയും. ഈഗോ സർജറി എന്ന് പറയും സത്യസായി ബാബ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സർജറിയാണ് ഈഗോ സർജറി. എൻ്റെ അടുത്ത് ആര് വന്നാലും ഞാൻ അപ്പം അവൻ എൻ്റെ ഇൻവിസിബിൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ആര് വന്നാലും സൂക്ഷിച്ചേ പോകാവുള്ളൂ മഹാന്മാരുടെ അടുത്ത്. അപ്പം അവർ ചിലവരെ കിടപ്പ് രോഗികളായിരിക്കും, ചിലർ നിൽപ്പ് രോഗികളായിരിക്കും, ചിലർ വല്ലപ്പോഴും വരുന്ന രോഗികളായിരിക്കും. അത് ഈഗോയുടെ വളർച്ച അനുസരിച്ചാണ്. ഈ കാറ്ററാക്ട് പാകാവുമ്പോൾ അല്ലേ കട്ട് ചെയ്ത് കളയുക. അന്ന് മുതൽ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, പിന്നെ സർജറി ആരംഭിക്കും. ഇറ്റ്സ് എ വെരി പെയിൻഫുൾ. ഇറ്റ്സ് എ വെരി വെരി പെയിൻഫുൾ. നിനക്ക് മാത്രമല്ല എനിക്കും. നീ എന്നോട് സഹകരിക്കുക. ഞാൻ പെട്ടെന്ന് ഒരിക്കൽ ആ സർജറി കഴിഞ്ഞാൽ നീ എന്നേക്കുമായി ശാന്തനായി, എനിക്കും സന്തോഷമായി. നീ അന്ന് അങ്ങനെ സന്തോഷിച്ചിരിക്കണ കാണാനാണ് ഇന്ന് ഞാൻ ഈ സർജറി ചെയ്യുന്നത്. ഈഗോ എന്നൊരൊറ്റ ദോഷമേ നമുക്കുള്ളൂ. ആചാര്യം വേറെ ഭാഷ പറയും, എന്താണ്? അജ്ഞാനം. ഈ അജ്ഞാനം തന്നെയാണ് അഹന്ത. അപ്പൊ യഹ സർവദാ സംഗം കുരുതേ സത്സേവ അനന്യദീഹി. സത്സേവ, സത്സംഗമല്ലാതെ മറ്റെന്തെങ്കിലും ബുദ്ധി ചെലുത്തുന്നവൻ, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ലാത്ത ഒരുത്തൻ, അവൻ എന്താണ്? സത്സംഗമുള്ളവന്റെ കയ്യിലാണ് മോക്ഷം, ശാന്തി. അതില്ലാത്തവന് ഒരിക്കലും അതുണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല. സത്സംഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ടുള്ള സംഘം. ഈശ്വര ചിന്ത ഉണർത്തുന്നത് എന്തും സത്സംഗമാണ്. ഞാൻ കാണുന്നത് എന്നിലൊരു ഈശ്വരഭാവം ഉണർത്തുന്നുണ്ടെങ്കിൽ, പക്ഷെ നമുക്കത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ രാമകൃഷ്ണദേവൻ ഇവിടെ കാഴ്ചബംഗ്ലാവിൽ ചെന്നു, അവിടെ സിംഹത്തെ കണ്ടു, അതേ സമാധിയായി. നമ്മൾ സമാധിയാവോ? നമ്മളത് കണ്ടിട്ട് ഈ കല്ലെടുത്ത് അകത്തേക്ക് എറിയും. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മൃഗങ്ങളെ ഉപദ്രവിച്ചാൽ ശിക്ഷാർഹമാണ്. രാമകൃഷ്ണദേവൻ സമാധിയായപ്പോൾ ചോദിച്ചു, എന്തേ സമാധിയായി എന്ന് ചോദിച്ചു. അത് കണ്ടപ്പോൾ ഞാൻ സിംഹവാഹിനിയായ എൻ്റെ അമ്മയെ ഓർത്തു. ദേവി സിംഹത്തിൻ്റെ മുകളിലല്ലേ, അമ്മയുടെ സ്മരണ ഒന്നുകൂടി ഞാൻ സമാധിസ്ഥനായി. ചൈതന്യ മഹാപ്രഭു നവദ്വീപിലെ
തെരുവുകളിലൂടെ നടന്നു പോകുമ്പോഴാണ് ഇടയ്ക്ക വായിക്കുന്ന ശബ്ദം കേട്ടത്. ആരോ അഷ്ടപതി പാടുകയാണ്. അത് അവിടെ നിന്ന് ആനന്ദ നൃത്തം ചവിട്ടി, സമാധിസ്ഥനായിട്ട് ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇടയ്ക്ക പശുവിന്റെ അകിട്ടിലെ തൊലി കൊണ്ടുണ്ടാക്കിയാണ് ഈ ഇടയ്ക്കയുടെ ഇതല്ലേ ഇത് അടിക്കുന്നത്. പശുവിനെ ഓർത്തപ്പോ ഞാൻ ആരോ ഓർത്തു? കണ്ണനെ ഓർത്തു. കൃഷ്ണസ്മരണ. പശു എന്ന് ഓർത്തപ്പോ എന്ത് തോന്നുന്നു? നമ്മൾ പശു എന്ന് ഓർക്കുമ്പോഴത്തേ എന്താ വന്നെന്ന് അറിയാലോ അല്ലേ? പശു എന്ന് പോലും പച്ചയ്ക്ക് പറയാൻ മേലാത്ത അവസ്ഥയിൽ ഇപ്പൊ നമ്മളെ എത്തിച്ചിട്ടുണ്ട്. പശു, ചാണകം, ഇപ്പൊ അങ്ങനെ എന്തോ കളിയാക്കി വിളിക്കണ പേരാ. ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് നമ്മളെപ്പറ്റിയുള്ള അവമതിപ്പല്ലേ എന്റെ കാരണം. ആ പശുവിന്റെ സ്മരണ അദ്ദേഹത്തെ സമാധിഭാവത്തിലേക്ക് ഉയർത്തി ചൈതന്യ മഹാപ്രഭു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ലോകത്തിന് വെളിച്ചം പകരുന്ന മഹാപുരുഷൻ. അതിൻ്റെ പരമ്പരയാണ് പിന്നീട് ശ്രീലപ്രഭുപാദരോടെ ഇസ്കോണായിട്ട് രൂപപ്പെട്ട് ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഹരേ രാമകൃഷ്ണ പ്രസ്ഥാനം. ഒറ്റത് മതി, തിരുനാമം മാത്രം മതി മോക്ഷത്തിന് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ച മഹാപുരുഷൻ. അപ്പം അല്ലാത്തവന് അഹം നിശം, എൻ്റെ ഭക്തനോട് സംഘമില്ലാത്തവന് അഹം നിശം, പകലും രാത്രിയും എന്താണ്? ഞാൻ ദൃശ്യനല്ല. അങ്ങനെയുള്ളവന് ഞാൻ ദൃശ്യനാണ്, അല്ലാത്തതിന് ഞാൻ ഒരിക്കലും ദൃശ്യനല്ല. അവന് ഞാൻ എപ്പോഴും അപ്രാപ്യനായിരിക്കും. ഒരു സത്സംഗമാണ് ഏറ്റവും ലളിതമായ മാർഗം. നമ്മുടെ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും അവസാനം ചെന്ന് നിൽക്കുന്ന ഈ സത്സംഗം എന്ന ഒറ്റ വരിയിലാണ്. ഇത് ശ്രീമദ് അധ്യാത്മരാമായണീ ഉമാമഹേശ്വര സംവാദേ അരണ്യകാണ്ഡേ ചതുർത്ഥ സർഗഃ. ഇങ്ങനെ അധ്യാത്മരാമായണം അരണ്യകാണ്ഡത്തിലെ 4-ാം സർഗം തീർന്നു. 5. ശ്രീ മഹാദേവ ഉവാച തസ്മിൻ കാലേ മഹാരണ്യേ രാക്ഷസീ കാമരൂപിണി വിചചാര മഹാസത്വ ജനസ്ഥാന നിവാസിനി. തസ്മിൻ കാലേ, അക്കാലത്തൊരിക്കൽ. എക്കാലത്തൊരിക്കൽ ഇങ്ങനെ കാട്ടിൽ സന്തോഷമായിട്ട് ഭാര്യയും ഭർത്താവും അനിയനും സുഖമായി ജീവിക്കുകയാണ്. അവിടെ വെച്ച് വേദാന്ത ചർച്ച ചെയ്യണമെങ്കിൽ ഇവരുടെ രസം എന്തായിരിക്കും? രാജ്യം പോയി, ഇറക്കി വിട്ടു അല്ലേ? ഒന്നുമില്ല, വന്ന കാട്ടില് വേട്ടയാടിയും കായകളൊക്കെ പറഞ്ഞ് ചെന്ന് ജീവിക്കുമ്പോഴും പരമാനന്ദത്തിലാണ്. ആര്? ആ രാജകുമാരനും രാജകുമാരിയും, രാജകുമാരന്മാരും രാജകുമാരിയും. അങ്ങനെ ചിന്തിച്ചു നോക്കൂ. നമ്മൾ താമസ സൗകര്യത്തിന് പോയി ഒരു ഹോട്ടലിൽ മുറിയെടുക്കുമ്പം നമ്മുടെ പ്രതീക്ഷിച്ച സൗകര്യത്തിന്റെ ഒരു കുറച്ചാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ദിവസം കഴിച്ചു കൂട്ടിയേക്കാം എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല, തെറ്റല്ല എന്നല്ല പറഞ്ഞേ. അപ്പോഴൊരു വ്യക്തി ഏകദേശം 14 വർഷം ഈ വനസാഹചര്യത്തിൽ ജീവിക്കേണ്ട സാഹചര്യത്തിൽ വന്നപ്പോൾ അവർ ആനന്ദത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സാഹചര്യമല്ല, മനസ്സാണ് ഒരുക്കേണ്ടത്. ഇവിടെ അമ്മയുടെ വാക്കെടുത്ത് എളുപ്പം പറ്റും. മക്കളെ, മുറിയല്ല എയർ കണ്ടീഷൻ ചെയ്യേണ്ടത്, മനസ്സാണ് എയർ കണ്ടീഷൻ ചെയ്യേണ്ടത്. ചില മക്കള് എയർ കണ്ടീഷൻ മുറിയിൽ ഇരുന്നിട്ട് വേർക്കാറുണ്ട്. കാരണം ഉള്ളിക്കത്തുന്ന തീയ്ക്ക് അതിനേക്കാളും ചൂടാണ്. അപ്പൊ ഇതെല്ലാം ഉള്ള എയർ കണ്ടീഷൻ ചെയ്യാനുള്ള പദ്ധതികളാണ്. തസ്മിൻ കാലേ മഹാരണ്യ, കൊടുംവനം. അവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുമ്പം രാക്ഷസീ കാമരൂപിണി,
കാമരൂപിണി, ഇച്ഛാരൂപിണിയായ ഏത് തരത്തിലും രൂപം സ്വീകരിക്കാൻ പറ്റുന്ന കാമരൂപിണി വിചചാര. കാലത്ത് ആ കാട്ടിൽ ഒരു കൊടും രാക്ഷസി, മഹാസത്വ, മഹാഭയങ്കരിയാണ്, മഹാസത്വമാണ്. ജനസ്ഥാന നിവാസിനി, ജനസ്ഥാന നിവാസിനി. ദണ്ഡകാരണ്യത്തിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ജനസ്ഥാനം. ഇപ്പോൾ കോട്ടയത്തുള്ള സ്ഥലമാണ് കഞ്ഞിക്കുഴി എന്ന് പറയുന്ന പോലെ ആ കൊടുങ്കാട്ടിലുള്ള ഒരു സ്ഥലമാണ് ജനസ്ഥാനം. അവിടെ പെർമനന്റ് താമസക്കാരി ഒരാളുണ്ട്. പേരിപ്പോ പറഞ്ഞിട്ടില്ല, നമുക്ക് പേര് വന്നോളൂ. അവളെ ഇങ്ങനെ സുഖമായിട്ട് അവളിങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കൊടുങ്കാട്ടിൽ ഇങ്ങനെ താമസിക്കുകയാണ്. ഏകദാ ഗൗതമീ തീരെ പഞ്ചവട്യാ സമീപതഃ പത്മവജ്രാങ്കുശാങ്കാനി പദാനി ജഗദീപതേഃ ദൃഷ്ട്വാ കാമവരീതാത്മാ പാദസൗന്ദര്യമോഹിത പശ്യന്തി സാ ശനീരായാത് രാഘവസ്യ നിവേശനം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചില സാധനങ്ങൾ കടന്നു വന്നിട്ട് ജീവിതം പെട്ടേന്ന് മാറ്റുന്നേ, ഇല്ലേ? ചിലപ്പോൾ ജോലിയാവാം, ചിലപ്പോൾ വിവാഹമായിരിക്കാം, ചിലപ്പോൾ കുഞ്ഞിൻ്റെ വരവായിരിക്കാം, ചിലപ്പോൾ സ്ഥലം മാറ്റമായിരിക്കാം. ഓരോ ഉദാഹരണം പറഞ്ഞുള്ളൂ. എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ ഒരു യാത്രയാകാം, അല്ലെങ്കിൽ ഓഫീസിലൊരു രീതിയാകാം, ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തും ആവാം. ജീവിതത്തിൽ അവിടെ എടുത്തിട്ട് മറയ്ക്കുന്ന ഒരു ഘട്ടം എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് ഓരോ രീതിയിലാണെന്ന് മാത്രം. ഏകദാ ഒരിക്കല് ഗൗതമി തീരെ, ഗോദാവരി തീരത്ത്, പഞ്ചവട്യാ സമീപത, പഞ്ചവടിക്കടുത്ത്, ജനസ്ഥാനത്തിലാണ് താമസിക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ദണ്ഡകാരണ്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അവിടെ ഗൗതമി തീരം, നമുക്കിപ്പോൾ ഷിർഡി പോണ വഴിക്ക് നാസിക്കിൽ ഇറങ്ങിയിട്ടെങ്കിൽ ഈ പഞ്ചവടി തീരം കാണാം, ഗൗതമി തീരമൊക്കെ കാണാം, ഗോദാവരി തീരം കാണാം. ഗോദാവരി തീരത്ത് പത്മ വജ്ര അങ്കുശാങ്കാനി ജഗതീപതേഹ, അവിടെ കാണുകയാണ്. പത്മം താമര, വജ്രം രത്നത്തിന്റെ, അങ്കുശം തോട്ടിയുടെ, ഇവയുടെ രൂപമുള്ള പാദചിഹ്നം കാണുകയാണ്. ഈ പുഴതീരത്തോടെയല്ലേ മണലിൽ പതിഞ്ഞിരിക്കുന്ന കാൽപ്പാട് കണ്ടു. അവതാര പുരുഷന്റെ തൃപ്പാദങ്ങളിൽ ഇത്രയും പാദങ്ങൾ, ഇത്രയും ചിഹ്നങ്ങൾ ഉണ്ടാവും. ഡോക്ടർ കൃഷ്ണ കിഷോർ ഭഗവാൻ സത്യസായി ബാബയുടെ പാദത്തിൽ ഇത് നേരിട്ട് കണ്ടിട്ടുണ്ട്. പറയാൻ സമയമില്ല, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2007 ആ സംഭവം. അപ്പോൾ നമുക്കിപ്പോൾ കണ്ട ഒരാൾ പറഞ്ഞാൽ ഇപ്പം ശ്രീരാമന്റെ, ശ്രീകൃഷ്ണന്റെ, ശ്രീരാമന്റെ ഭാഗത്തിലുണ്ടോന്നുള്ളവരും നമുക്കൊരു ഉണ്ടെന്ന് വ്യാസഭഗവാൻ എഴുതി വെച്ചുകൊണ്ട് വിശ്വസിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ട ആള് പറഞ്ഞാണ്. ഇത്രയും ചിഹ്നങ്ങൾ ഇവരുടെ പാദങ്ങളിലുണ്ടാവും. ഭാവത്തിലും കാണാലോ നമുക്കത്. അപ്പോൾ ആ തീരങ്ങളിൽ ഇത് കാണണം. അപ്പോൾ ഇതൊക്കെയാണ്, ഇവരൊക്കെയാണ് നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രകൃതിക്കുണങ്ങി ജീവിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷയങ്ങളിൽ രമിക്കുന്നവരാണെന്നുള്ളൂ. ഇവർക്ക് നല്ല അറിവൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലക്ഷണമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, സാമുദ്രികശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്, ഈ രാക്ഷസി ഇത് ആരാ എന്താ ഏതാന്നൊക്കെ തിരിച്ചറിയാനുള്ളതുണ്ട്. മഹാത്മാ അത് വലിയ ആളാണ് എന്നൊക്കെ അറിയാനുണ്ട്. അപ്പം ഇതൊക്കെ പദാനി ദൃഷ്ട, ഈ പാദാടയാളം കണ്ടിട്ട് പാദ സൗന്ദര്യമോഹിത, ആ പാദത്തിന്റെ അടയാളം കണ്ടപ്പോൾ ആ പാദത്തിന്റെ ഉടമയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഊഹിച്ച് കാമപരീതാത്മാ, അവൾക്ക് അതിൻ്റെ ഉടമയെ തൻ്റെ സ്വന്തമാക്കണമെന്ന് തീവ്രമായ ഉത്കടലമായ ആഗ്രഹം ഉണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? പശ്യന്തി ശനൈഹി, അത് കണ്ട് പതുക്കെ പതുക്കെ, ശനൈഹി പതുക്കെ, ഏകദാ ഒരു ദിവസം, ഒരു കണ്ടന്ന് ഇതിങ്ങനെ നോക്കി നോക്കി ചെല്ലുകയാണ്. രാഘവസ്യ നിവേശനം, രാഘവന്റെ നിവേശനം, രാഘവൻ താമസിക്കുന്ന സ്ഥലത്ത് ആയാത് എത്തിച്ചേർന്നു.
ഭഗവാന്റെ കാൽപ്പാട് നോക്കി ഭഗവാൻ താമസിക്കുന്നത് എടുത്തു. ഇത് കൊള്ളാലോ, നമ്മുടെ അറിവില്ലാതെ ഇങ്ങനെ ഒരാള് ഇവിടെ കാരണം മൂപ്പത്തിയുടെ അധികാരപരിധിയാണല്ലോ മുഴുവനും. എന്നാ പിന്നെ ഇത് ആരാണ് തപ്പി ചെന്ന് അവിടെ ചെന്നു എന്നർത്ഥം. തത്ര സാദം രമാനാഥം സീതയാ സഹ സംസ്ഥിതം കന്ദർപ്പസദൃശം രാമം ദൃഷ്ട്വാ കാമവിമോഹിത. തത്ര അവിടെ, സാ തം സാ അവൾ, നമ്മുടെ ഈ രാക്ഷസി, തം അവരെ, രമാനാഥം ആ രാമനെ, രമാനാഥം രമയുടെ നാഥനെ, രമാനാഥനെ രാമനെ, സീതയാ സഹ സംസ്ഥിതം സീതയോടൊപ്പം ഇരിക്കുന്നത് കണ്ടു. ഇനി എങ്ങനെയാ? കന്ദർപ്പസദൃശം. അത് ഇദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലാണ് ഇവിടെ വ്യാസഭവൻ എഴുതിയേക്കണെയാണ് മൂലൻ രാമായണം, അല്ല ഈ അധ്യാത്മ രാമായണം. വ്യാസഭവൻ എഴുതിയേക്കണ കന്ദർപ്പസദൃശം, കാമദേവന് തുല്യമായി ഇരിക്കുന്ന രാമം ദൃഷ്ട്വാ, രാമനെ കണ്ടിട്ട് കാമവിമോഹിതാഹ, അവൾ കാമമോഹിതയായി. ഈ രാമനെ ഇതിനുമ്പ് ആരൊക്കെ കണ്ടു? അഹല്യ കണ്ടു. വലിയ കുഴപ്പമുണ്ടായോ? എന്താ കാരണം? കാണുന്നവന്റെ ആണ് കാണുന്ന വസ്തുവിൽ എന്തുണ്ടാക്കുക? കാണുന്ന വസ്തുവിന്റെ ഇവന്റെ ഭാവമാണ് അവിടെ പ്രതിഫലിപ്പിക്കുക. ഞാൻ എന്താണോ എൻ്റെ വാസന, അതിനനുസരിച്ച് ഞാൻ പുറത്തുള്ളതൊക്കെ കാണാൻ എനിക്ക് പറ്റുള്ളൂ. എൻ്റെ വാസന എന്താണോ അതിനനുസരിച്ച് ഞാൻ പുറത്തെല്ലാം കാണും. വസ്തുവിലല്ല കുഴപ്പം, വസ്തു കാണുന്ന വ്യക്തിയുടെ കണ്ണിന് കുഴപ്പമില്ലല്ലോ. നോക്കുന്ന മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? വാസന. വാസനയിലൂടെയാണ് നമ്മൾ സകലതും കാണുന്നതും കേൾക്കുന്നതും പ്രതികരിക്കുന്നതും. അതാണ് നമ്മുടെ ജീവിതം. ആ വാസനയിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ കാണാനും കേൾക്കാനും പഠിക്കണം. അതാണ് ആധ്യാത്മികത നമ്മളെ പരിശീലിപ്പിക്കുന്ന കാര്യം. രാക്ഷസീരാഘവം പ്രാഹ കസ്യ ത്വം കിമാശ്രമേ യുക്തോ ജടാവൽക്കലാദ്യൈഃ സാധ്യം കിന്തേത്രമേ വദ. രാക്ഷസീ രാഘവം പ്രാഹ, ആ രാക്ഷസി രാഘവനോട് ചോദിച്ചു. കസ്യഃ ത്വം ത്വം കഃ, നീ ആരാണ് എന്ന് പറഞ്ഞാൽ കസ്യ, ആരുടെ പുത്രനാണെന്നർത്ഥം. കിം ആശ്രമേ, ഏതാണ് നിന്റെ ആശ്രമം? യുക്തഃ ജടാവൽക്കലാദ്യൈഃ, എന്താ ജടാവൽക്കലാദ്യൈഃ യുക്തഃ? ഈ ജടാവൽക്കലാദികൾ അണിഞ്ഞ നീ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ്? ഇത് നിനക്ക് ചേർന്നതല്ലല്ലോ. ഇത്ര സുന്ദരനായൊരു യുവാവ് ഇതൊക്കെ ചുറ്റി, അത് ഭാര്യയോടും കൂടി, ഇത് കൊടുക്കേണ്ട പ്രായം വരല്ലേ? ഇല്ല, അങ്ങനെയല്ലല്ലോ. എന്താണ് ഇങ്ങനെ ചേർന്നിരിക്കുന്നത്? പിന്നെയോ തത്രതേ സാധ്യം കിം, ഇവിടെ നിനക്ക് എന്താ സാധിക്കാനുള്ള? കാരണം ഈ കാട്ടിന്റെ അധിപതി ആണുള്ള പുള്ളിക്കാരത്തി. എന്താണ് സാധിക്കാനുള്ള? മേ വദ, എന്നോട് പറയൂ, ഞാൻ സാധിച്ചു തരാം. ഇങ്ങനെ കുശലപ്രശ്നം പറഞ്ഞ് നമ്മളുടെ രാക്ഷസി, പേരും ഭഗവാൻ പറയാത്തോണ്ട് ഞാൻ പറയാത്ത, എല്ലാവർക്കും അറിയാലോ. നമുക്ക് അടുത്ത ആഴ്ച അദ്ദേഹത്തെ പരിചയപ്പെടാം. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.